ഹായ് വെൽക്കം ടു റിലയൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ഇന്ന് നമ്മൾ ഇനിയിപ്പോൾ എടുക്കുന്ന സെഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡ് പ്ലേറ്റ് കണക്ഷൻ. നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊക്കെ എടുത്തായിരുന്നു? നമ്മൾ ഫിൻ പ്ലേറ്റ് കണക്ഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ ഏറ്റവും ടോപ്പിലത്തെ ഫ്ലോറിൽ ഫിൻ പ്ലേറ്റിൻ്റെ കണക്ഷൻസ് നമ്മൾ കൊടുത്തു. അപ്പോൾ ബീമും കോളവും തമ്മിലുള്ള കണക്ഷൻസ് എല്ലാം നമ്മൾ ഈ പ്രൊജക്റ്റ് പ്രകാരമുള്ള കംപ്ലീറ്റ് ആയി. ഇനി വരുന്ന കണക്ഷൻ എന്ന് വെച്ചാൽ ഈ ബീമും വരുന്ന കണക്ഷൻ, അതിന് എൻഡ് പ്ലേറ്റ് കണക്ഷൻ എന്ന് പറയും. അത് ഡീറ്റെയിൽ 11 നോക്കിക്കഴിഞ്ഞാൽ കിട്ടും നമുക്ക്. ഡീറ്റെയിൽ 11 കണ്ടോ, ഡീറ്റെയിൽ 11 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡീറ്റെയിൽ 11 ഓക്കെ, ഡീറ്റെയിൽ 11 അവർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സെക്ഷൻ എൽ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് എൻഡ് പ്ലേറ്റ്. ഈ എൻഡിൽ ഒരു പ്ലേറ്റ് പോലെ ഇരിക്കുന്നുണ്ടോ? സെക്ഷൻ എൽ പ്രകാരം നോക്കിയാൽ ഇവിടെ ബോൾട്ടിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ വ്യൂ നമുക്ക് ടെക്ലയിൽ എടുക്കണം. ഇതേപോലെ വ്യൂ എടുക്കാനായിട്ട് നമ്മൾ കൺട്രോൾ ഐ ഞെക്കി വ്യൂ ലിസ്റ്റ് എടുത്തു. 14.165 പ്ലാൻ, എന്നിട്ട് ഇതാണ് ആ ബീം വരുന്നത്. ഇനി ഇവിടെയാണ് ആ എൻഡ് പ്ലേറ്റ് കൊടുക്കേണ്ടത്. എൻഡ് പ്ലേറ്റിൻ്റെ നമ്പറാണ് 144 എൻഡ് പ്ലേറ്റ്. അപ്പോൾ ഈ ഐക്കണിൽ സെലക്ട് ചെയ്യുക. ബോട്ടം ലെഫ്റ്റിൽ പിക്ക് മെയിൻ പാർട്ട് എന്ന് പറയുമ്പോൾ ബീം സെലക്ട് ചെയ്യണം. ഈ ബീം തന്നെ ക്ലിക്ക് ചെയ്യണം. ഇതിൻ്റെ ഉള്ളിലൊക്കെ വേറെ ഇത് ബീമല്ല ബ്രേസാണ് കാണുന്നത്. അപ്പോൾ ബീം സെലക്ട് ചെയ്തു. പിന്നെ പറയുന്ന പിക്ക് സെക്കൻഡറി പാർട്ട് എന്ന് പറയുന്നത് ഈ ബീം സെലക്ട് ചെയ്തു. അപ്പോൾ അവിടെ കണക്ഷൻ വന്നു. ഓക്കെ, യെല്ലോ ഒന്നും നോക്കണ്ട, നമുക്ക് കണക്ഷൻ സെറ്റ് ചെയ്തിട്ട് ഏത് കളറിൽ വരുന്നത് നോക്കാം. ഇനി ബോൾട്ടിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് കൊടുത്തേക്കുന്ന പോലെ സെക്ഷൻ ഡിസൈനിൽ കൊടുത്തേക്കുന്നത് പോലെയുള്ള വ്യൂ എടുക്കണം. അതായത് സെക്ഷൻ എൽ എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് കട്ട് ചെയ്തു. അതായത് ഇപ്പോഴത്തെ നമ്മുടെ സിറ്റുവേഷനിൽ ഗ്രിഡ് 2ൻ്റെ എലിവേഷൻ എടുക്കണം. അപ്പോൾ ഇവിടെ സെക്ഷൻ എൽ എടുത്തു വെച്ചു. സെക്ഷൻ എൽ ഇവിടെ നമുക്ക് കൺട്രോൾ ഐ ഗ്രിഡ് 2 ഇല്ല, ഇങ്ങനെ ആയാലും സ്വിച്ച് ചെയ്യാം കേട്ടോ. ഇവിടെ ആയാലും നമ്മൾ ഓപ്പൺ ചെയ്ത വ്യൂസ് ഇവിടെ കിടക്കുന്നുണ്ട്. ഇങ്ങനെ ആയാലും നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാം. അപ്പോൾ ഇത് നമുക്കിനി കണക്ഷൻസ് കൊടുക്കാം. ഇപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കണക്ഷൻ്റെ പ്രോപ്പർട്ടി എടുക്കാം. പ്രോപ്പർട്ടിയിൽ നമുക്ക് ആദ്യം തന്നെ നമുക്ക് എന്താ വേണ്ട, പ്ലേറ്റിൻ്റെ ഈ പിക്ചർ സ്റ്റഡി ചെയ്യുക. ഈ കാണുന്നത് കോളം. നമുക്കിത് 1 എന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്ത ഇത് കോളമായിട്ട് കാണിച്ചേക്കുന്നത് വെച്ചാൽ നമ്മൾ മെയിൻ പാർട്ട് ബീം, സെക്കൻഡറി പാർട്ട് ബീം. അപ്പോൾ ഇവിടെ ഒന്നും കൊടുക്കാനില്ല. ഇതിപ്പോൾ എന്താ കാണിച്ചേക്കുന്ന ബീമും നിങ്ങൾക്കതൊരു കൺഫ്യൂഷൻ വരാം. ഈ ഡിസൈൻ ഡ്രോയിങ്ങിൽ ഇവിടെ 10 ഗ്യാപ്പ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ 10 ഗ്യാപ്പ് ഉദ്ദേശിച്ചേക്കുന്നത് ഏതാണ്? 2 ബീമുകളുടെ ഫ്ലാഞ്ചുകൾ തമ്മിലുള്ള ഗ്യാപ്പാണ്. ഇത് ഫ്ലാഞ്ച് അല്ല, ഇത് മെയിൻ പാർട്ടിൻ്റെ ഫേസും പ്ലേറ്റും തമ്മിൽ 10 ഗ്യാപ്പിൽ നിർത്തണമെന്നാണ്. അപ്പോൾ അവിടെ നമുക്കൊന്നും കൊടുക്കാനില്ല. ഇനി പ്ലേറ്റ്സ് എന്ന് പറഞ്ഞ ടാബിൽ പോയിട്ട് ഇവിടെ തിക്നെസ് നമുക്ക് എത്രേൻ്റെ തിക്നെസ്സാണ് പറയുന്നത്? 12 mm തിക്ക് ഫിൻ പ്ലേറ്റ്. അപ്പോൾ ഇവിടെ 12 കൊടുത്തു. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ബ്രെത്തും ഹൈറ്റും കൊടുക്കണ്ട. പിന്നെ ബാക്കി ഇത് ഫില്ല് ചെയ്യണം. PL പൊസിഷൻ നമ്പർ വരുന്നത് 1, മെറ്റീരിയൽ നമുക്ക് അറിയാത്തതുകൊണ്ട് S275, നെയിം നമുക്ക് എൻഡ് പ്ലേറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു. ഇനി ബാക്കി ഇവിടെ കാണുന്നതൊന്നും ഫില്ല് ചെയ്യേണ്ടതല്ല. ഇനി ബോൾട്ടിൽ പോയിട്ട് ബോൾട്ടിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്. ഇപ്പോൾ എത്ര സൈസിൻ്റെ ബോൾട്ട് ഇവർ പറയുന്നത് ഡിസൈനിൽ M20യുടെ ബോൾട്ട് 22 ഡയയുടെ ഹോൾ കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ 20 ഇട്ടു. ബോൾട്ടിൻ്റെ സ്റ്റാൻഡേർഡ് നമുക്ക് അറിയാത്തതുകൊണ്ട് 8.8 XOX ഇട്ടു. 22 ഡയയുടെ ഹോൾ, അപ്പോൾ 2 ടോളറൻസ് കൊടുത്തു. ഇനി ബോൾട്ടിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് വേർട്ടിക്കലും ഹൊറിസോണ്ടലും. ഇപ്പോൾ വേർട്ടിക്കലിൽ എത്ര റോ വരുന്നുണ്ട്? വേർട്ടിക്കൽ ഡയറക്ഷനിൽ 2 റോ, ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ 2. അപ്പോൾ ഇവിടെ നമ്മൾ 2 ഫിൽ ചെയ്തു. ഇനി എഡ്ജ് ഡിസ്റ്റൻസ് ഇവിടെ എത്രയാണ്? പ്ലേറ്റിൻ്റെ ടോപ്പിൽ നിന്ന് ബോൾട്ടിൻ്റെ സെൻറ്റർ വരെയുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് അതിവിടെ 40 തന്നിട്ടുണ്ട്. പിന്നെ 2 ബോൾട്ടുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 70. പിന്നെ പ്ലേറ്റിൻ്റെ ബോട്ടത്തിൽ നിന്ന് ബോൾട്ടിൻ്റെ സെൻറ്റർ വരെയും 40. അങ്ങനെ ടോട്ടൽ 150 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ 40 വരും, 70 വരും, 40 വരും. അപ്പോൾ നമുക്കത് കൊടുക്കാം. 40, 70, 40. ഇനി നെക്സ്റ്റ് ഏതാ? ഹൊറിസോണ്ടൽ ബോൾട്ട് ബോൾട്ട് ഡിസ്റ്റൻസ് എത്ര ഇവിടെ പറയുന്നത്? 2 ബോൾട്ടുകൾ തമ്മിൽ 80 വരുന്നുണ്ട് അല്ലേ? പിന്നെ എഡ്ജ് ഡിസ്റ്റൻസ് എത്ര വരും? 80 വന്നു. പിന്നെ എഡ്ജ് ഡിസ്റ്റൻസ് ഇവർ തന്നിട്ടില്ല, ടോട്ടൽ 150 വന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 150 എന്ന് വെച്ചാൽ 150 - 80 നമുക്ക് 70 വരും. 70യുടെ നേരെ പകുതി 35 വരും. അപ്പോൾ നമുക്കിവിടെ 80, 2 ബോൾട്ടുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 80, പിന്നെ വന്നിട്ട് 35 കൊടുത്തു. ഇനി വേണ്ടത് ഈ 25 തന്നിട്ടുണ്ട്. ബീമിൻ്റെ ടോപ്പിൽ നിന്ന് പ്ലേറ്റിൻ്റെ ടോപ്പ് വരെ 25 ഡിസ്റ്റൻസ് കിട്ടണം. അപ്പോൾ നമ്മളത് കൊടുത്തത് എവിടെയായിരുന്നു? ഈ ടോപ്പ് എന്ന് പറഞ്ഞ് ഇവിടെയാണ് കൊടുത്തിരുന്നത്.
പക്ഷേ ഇവിടെ പറയുന്നത് ബീമിൻ്റെ ടോപ്പിൽ നിന്ന് ബോൾട്ടിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് പറയുന്നത്. അപ്പോൾ അവിടം വരെ എത്ര കൊടുക്കാൻ പറ്റും? ബോൾട്ടിൻ്റെ സെൻറ്ററിൽ നിന്ന് ബീമിൻ്റെ ടോപ്പ് വരെ എന്ന് വെച്ചാൽ 40 + 25 65 വരും. ഇവിടെ 65 കൊടുത്തു. ഇനി നമുക്ക് വേറെ വാല്യൂസ് ഒന്നും കൊടുക്കാനില്ല, ഓൾമോസ്റ്റ് നമ്മൾ കഴിഞ്ഞു. മോഡിഫൈ ചെയ്യാം. അപ്പോൾ ഇത് വന്നില്ലേ? ഇനി ഈ കണക്ഷൻ 3Dയിലൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ 3D വ്യൂവിൽ പോയി ഇപ്പോൾ മെഷർ ചെയ്ത് നിങ്ങൾ ചെക്ക് ചെയ്യണം ഈ ഡിസൈൻ പ്രകാരം കിട്ടുന്നുണ്ടോയെന്ന്. അതാണ് ഡീറ്റെയിൽ 2 സെക്ഷൻ ഗ്രിഡ് എലിവേഷൻ 2 എടുത്ത് വെച്ചാൽ അതേപോലെ ഡയമെൻഷൻ എല്ലാം കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം നിങ്ങൾ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കൊടുത്തു. ഇനി ഇവിടെ ഒരു കട്ടിങ് ഓട്ടോമാറ്റിക് വന്നതുണ്ടോ? അതെ, ഈ കട്ടിങ് വന്നതുണ്ടോ? ഇത് ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്, പക്ഷേ ഇതൊരു ഷാർപ്പ് കട്ടിങ്ങാണ് വരുന്നത്, റെക്റ്റാങ്കിൾ ഷേപ്പിൽ അല്ലേ. ഇനി നമ്മൾ ഡിസൈൻ ഡ്രോയിങ്ങിൽ എങ്ങനെയാണ് കാണിച്ചേക്കുന്നത്? ഡിസൈൻ ഡ്രോയിങ്ങിൽ ഇവിടെ നോക്കിയാൽ ഒരു കർവ് ചെയ്ത് വേണം കട്ടിങ്. അത് 10 റേഡിയസിൽ കർവ്, നമ്മളതിനെ നോച്ചിങ് എന്ന് പറയും. അപ്പോൾ അത് കൊടുക്കാനായിട്ട് കണക്ഷൻ്റെ പ്രോപ്പർട്ടി എടുക്കാം. നോച്ച് എന്ന് പറഞ്ഞ ടാബിൽ പോവാം. ഈ ഇമേജിൽ ഇപ്പോൾ കിടക്കുന്നത് ഈ ഷാർപ്പായിട്ടുള്ള ഇങ്ങനത്തെ ഒരു കട്ടിങ്ങാണ്. അത് മാറ്റി ലാസ്റ്റത്തെ ഓപ്ഷനിലോട്ട് കർവ് വരുന്ന ഓപ്ഷനിലോട്ട് എത്ര റേഡിയസ് അവർ പറഞ്ഞത്? 10 റേഡിയസാണ് പറഞ്ഞത്. 10 കൊടുത്തു മോഡിഫൈ ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ടോപ്പും ബോട്ടവും നോച്ചായിട്ടുണ്ടാവും. ഇത് നോക്കിയാൽ ടോപ്പും നോച്ചായി വന്ന് കിടക്കുന്നതുണ്ടോ? ഓക്കെ. അപ്പോൾ ഇനി ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ ഇതിൻ്റെ സ്റ്റിഫ്നേഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യണം. സ്റ്റിഫ്നർ പ്ലേറ്റ്. അപ്പോൾ സ്റ്റിഫ്നർ പ്ലേറ്റ് പ്രൊവൈഡ് ചെയ്യാൻ അപ്പോൾ ഡിസൈൻ ഡ്രോയിങ് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഇവിടെ ഡിസൈനിൽ കാണാൻ പറ്റും. ഇവിടെ സ്റ്റിഫ്നർ കൊടുത്തേക്കുന്നത് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നോക്കിയാൽ ഇതുണ്ടോ? ടോപ്പ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞ് ഇവിടെ അഡീഷണൽ 2 ഡോട്ടഡ് ലൈൻസ് കാണാൻ പറ്റും. കണ്ടില്ലേ? ഈ ഡോട്ടഡ് ലൈൻ ബീമിൻ്റെ വെബിൻ്റെ ഡോട്ടഡ് ലൈനാണ്. അത് നമ്മൾ ഇതേപോലെ തന്നെ മെയിൻ ആ പ്ലാൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമുക്ക് ഇവിടെ നിന്ന് മെയിൻ ആ പ്ലാൻ 14.165 പ്ലാൻ എടുത്താൽ ഇവിടെ കണ്ടില്ലേ? ഒന്ന് റീഡ്രോ ചെയ്യുക. റീഡ്രോ ചെയ്തിട്ട് ഇവിടെ നോക്കി കണ്ടോ? ഇവിടെ ആ ഡോട്ടഡ് ലൈൻ കാണുന്നില്ല. ഇതുകൊണ്ട് ഇത് വെബിൻ്റെ ഡോട്ടഡ് ലൈനും. അപ്പോൾ ഇവിടെ എന്തോ ഒരു ഡോട്ടഡ് ലൈൻ വരുന്നുണ്ട്. അതിൻ്റെ അടുത്ത് എന്തോ ഒരു ഐറ്റം അവിടെ വരുന്നുണ്ട്. അത് സെക്ഷൻ K എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. സെക്ഷൻ Kയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് 12 mm തിക്ക് സ്റ്റിഫ്നർ പ്ലേറ്റ് കൊടുക്കാൻ പറഞ്ഞിട്ട്. കാരണം ഈ ബീമിൻ്റെ മേളിൽ നല്ല ലോഡ് വരുന്നുണ്ട്. ഈ ഒരു എൻ പ്ലേറ്റ് കൊണ്ട് നിൽക്കത്തില്ല. അതുകൊണ്ടാണ് അവരൊരു അഡീഷണൽ പ്ലേറ്റും കൂടി വെച്ച് കൊടുത്തത്, സ്റ്റിഫ്നർ പ്ലേറ്റ്. അപ്പോൾ ഈ പ്ലേറ്റ് ഇതാണ് ഇത്രയും ഇത് ഫുൾ ഈ ബീമിൻ്റെ ഫുൾ ഡെപ്തിൽ വരുന്നുണ്ട് പ്ലേറ്റ് 12 തിക്ക് സ്റ്റിഫ്നർ. അപ്പോൾ നമുക്ക് ഈ പ്ലേറ്റ് കൊടുക്കാനായിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതേപോലെ പ്ലാൻ വ്യൂ തന്നെ എടുക്കുക. പ്ലാൻ വ്യൂ എടുത്തു. ഈ കണക്ഷൻ നമുക്ക് ക്ലോസ് ചെയ്യാം. അതിന് വേറൊരു കണക്ഷനാണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ എടുത്തു. ഇതിനി ഇവിടെ വരണം, അഡീഷണൽ പ്ലേറ്റ് വരണം. അപ്പോൾ നമുക്ക് ആ പ്ലേറ്റ് കൊടുക്കാനായിട്ട് കണക്ഷൻ നമ്പർ 1003. അപ്പോൾ നമ്മൾ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്തു. ബോട്ടം ലെഫ്റ്റിൽ പറയുന്നത് പിക്ക് പാർട്ട്. അപ്പോൾ ഈ ബീമിലാണ് കണക്ഷൻ വേണ്ടത്. പിക്ക് ചെയ്തു. ഇനി പറയുന്നത് ഏതാണ്? പിക്ക് പൊസിഷനാണ്. അപ്പോൾ എവിടെ പോയി പിക്ക് ചെയ്യുന്നു അവിടെ സ്റ്റിഫ്നർ വരും. അപ്പോൾ കറക്റ്റ് രണ്ടും കൂടി മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റിൽ കറക്റ്റ് ഇവിടെ പോയി ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അവിടെ സ്റ്റിഫ്നർ വന്നു. പക്ഷേ സ്റ്റിഫ്നർ വന്നപ്പോൾ എങ്ങനെയാണ് വന്നത്? ലെഫ്റ്റും റൈറ്റും 2 സൈഡ് സ്റ്റിഫ്നർ വന്നു. കണ്ടില്ലേ? നമുക്ക് ഉള്ളിൽ വേണ്ട, ഈ സൈഡ് വേണ്ട, ഇവിടെ പുറത്ത് മാത്രം സ്റ്റിഫ്നർ വരുത്തിയാൽ മതി. അപ്പോൾ കണക്ഷൻ്റെ പ്രോപ്പർട്ടി എടുക്കാം. പ്രോപ്പർട്ടി എടുത്തിട്ട് പാർട്സിൽ പോവാം. ഇവിടെ 2 ലെഫ്റ്റും റൈറ്റും, അതായത് ഇങ്ങനെ അസ്യൂം ചെയ്താൽ മതി. ലെഫ്റ്റും റൈറ്റും. അത് ചിലപ്പോൾ ഓൾട്ടർനേറ്റീവ് മാറാതെ, ചിലപ്പോൾ ലെഫ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും എടുക്കുന്നത്. അപ്പം നമുക്ക് ഏത് പ്ലേറ്റാണ് നമുക്ക് സൈഡിലത്തെ കളയേണ്ടത് നമ്മൾ ട്രയൽ ചെയ്ത് നോക്കണം. ഇവിടെ ഞാൻ 0 എന്ന് പറഞ്ഞൊന്ന് കൊടുത്ത് നോക്കുക. തിക്നെസ്സിൻ്റെ അവിടെ മോഡിഫൈ. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലത്തെ പോയില്ലേ? ഇവിടെ റൈറ്റ് സൈഡിലത്തെ സ്റ്റിഫ്നർ പോയി. അപ്പോൾ നമുക്കിനി ഇവിടെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ 12 കൊടുത്തു. ബ്രെത്തും ഹൈറ്റും കൊടുക്കേണ്ട ഓട്ടോമാറ്റിക്കലി ബീമിൻ്റെ ഡെപ്തിനനുസരിച്ച് സ്റ്റിഫ്നർ വന്നോളൂ. ബാക്കിയൊക്കെ നോർമൽ പോലെ PL 1 S275 പിന്നെ സ്റ്റിഫ്നർ STIFFENER സ്റ്റിഫ്നർ മോഡിഫൈ ചെയ്തു. ഇനി ഇത് 3Dയിൽ ഒന്ന് പോയി നോക്കാം. കണ്ടില്ലേ? ഓട്ടോമാറ്റിക്കലി ആ ഡെപ്തിൽ സ്റ്റിഫ്നർ വന്നിരിക്കുന്നുണ്ടോ? ഓക്കെ, ഇത് വന്നുണ്ടോ? ഇനി ഡിസൈൻ ഡ്രോയിങ്ങിൽ ഈ ഒരു സിമ്പിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊക്കെ വെൽഡിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങളത് കൺഫ്യൂഷൻ വരരുത്. ഈ എൻ പ്ലേറ്റ് ഒക്കെ കൊടുക്കുമ്പോൾ ഇവിടെയൊക്കെ എൻ പ്ലേറ്റിൻ്റെയൊക്കെ കണക്ഷൻ ഇതൊക്കെ വെക്കുമ്പോൾ ഇവിടെ 6 കാണിച്ചേക്കുന്നത് ഇത് വെൽഡിംഗ് സിമ്പിൾ, അല്ലാണ്ട് പ്ലേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനുള്ളതൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് സ്റ്റിഫ്നർ നമ്മൾ ഈ ഒരു കണക്ഷൻ പ്രകാരം എൻ പ്ലേറ്റ് കണക്ഷൻ പ്രകാരമുള്ളത് കൊടുത്തു. നമ്മൾ 2 കണക്ഷൻ കൊടുക്കേണ്ടി വന്നു. ഒന്ന് ഈ എൻ പ്ലേറ്റിൻ്റെ സെറ്റ് ചെയ്തു, പിന്നെ സ്റ്റിഫ്നർ വന്നപ്പോൾ 1003 പ്രകാരം സ്റ്റിഫ്നറും സെറ്റ് ചെയ്തു. സോ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് ദിസ് സെഷൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, കണക്ഷൻ പ്രകാരം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക്സ്.